ഇതിനൊപ്പം തന്നെ പറയേണ്ട മറ്റൊരു കാര്യം ഇപ്പോൾ വന്നിരിക്കുന്നത് സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പുകളിൽ മാറ്റം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. 4 ജില്ലകളിൽ ഇപ്പോൾ റെഡ് അലേർട്ട് നൽകിയിട്ടുണ്ട്. കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെ റെഡ് അലേർട്ട് നിലനിൽക്കുന്നുണ്ട്. നമ്മൾ ഓർക്കുന്ന ഒരു കാര്യം, വയനാടല്ല മറ്റെല്ലാ സ്ഥലങ്ങളിലും ഈ ഉരുൾപൊട്ടൽ, പുഴകൾ കരകവിയുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ച് മുന്നോട്ട് പോവുക. 4 ജില്ലകളിൽ റെഡ് അലേർട്ടാണ്, കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെ. ഒപ്പം 5 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും 3 യെല്ലോ അലേർട്ടും നിലനിൽക്കുന്നുണ്ട്. എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിലാണ്, മലപ്പുറം ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട്. വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്നത്. 9 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പും നാളെയും മറ്റന്നാളുമൊക്കെ നൽകിയിട്ടുണ്ട്. അങ്ങനെ മഴ സാഹചര്യം അത് ഒഴിയുന്നില്ല. അനഘയിലേക്ക് പോവുകയാണ്. അനഘ, നമ്മൾ പറയുന്നത് പോലെ ശക്തമായ മഴയുണ്ട്, അത് പുഴയിൽ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യമുണ്ട്. മനുഷ്യനാൽ കഴിയുന്ന തിരച്ചിലൊക്കെ ഇപ്പോൾ അവസാനിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ യന്ത്രസഹായത്തോടെയുള്ള തിരച്ചിൽ അവിടെ തുടരുകയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ ദൗത്യം അവിടെ, ഈ രാത്രികാല ദൗത്യം, അത് ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? അനഘ ഇപ്പോൾ എവിടെയാണ്? ശ്രീലക്ഷ്മി, ഞാനിപ്പോൾ ചൂരൽമലയിലാണ് ഉള്ളത്. നിലവിൽ രക്ഷാപ്രവർത്തനങ്ങൾ നിലവിലിപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. ഈ പ്രദേശത്തെ മുണ്ടക്കൈ പ്രദേശത്തെ തിരച്ചിലുകൾ നിലവിലിപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. നല്ല ഇരുട്ടാണ്, അതിനാലാണ് ഇത്തരത്തിലുള്ള ഒരു തിരച്ചിൽ അവസാനിപ്പിച്ചത്. നേരത്തെ ശക്തമായിട്ടുള്ള മഴയടക്കം ഉണ്ടായിരുന്നു. എന്തായാലും മഴയ്ക്ക് ഇപ്പോൾ നേരിയൊരു ശമനമുണ്ട്. ഏതായാലും പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ബെയിലി പാലത്തിന്റെ നിർമ്മാണം നാളെയോടുകൂടി തന്നെ പൂർത്തിയാക്കാൻ സാധിക്കും എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. ഈ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായാൽ നമുക്ക് കൂടുതൽ മൃതദേഹങ്ങൾ ഇത്തരത്തിൽ JCB അടക്കം ഉപയോഗിച്ച് മണ്ണുമാന്തി യന്ത്രങ്ങൾ അടക്കം ഉപയോഗിച്ച് കൂടുതൽ രക്ഷാപ്രവർത്തനം നടത്തുവാൻ സാധിക്കും. കൂടുതൽ മൃതദേഹങ്ങളടക്കം, മണ്ണിനടിയിൽ പൊതിഞ്ഞുപോയ നിരവധി മൃതദേഹങ്ങളടക്കം നമുക്ക് ലഭ്യമാകും എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുണ്ടക്കയിലെ മണ്ണിടിച്ചിലിൽ മരണസംഖ്യ നിലവിൽ ഇപ്പോൾ 246 ഉയർന്നിട്ടുണ്ട്. ഏതായാലും 90 മൃതദേഹങ്ങളാണ് നമ്മളിപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇത് ആരുടേതൊക്കെയാണ് എന്നുള്ളത് 90 മൃതദേഹങ്ങളാണ് നമുക്കിപ്പോൾ ഐഡന്റിഫൈ ചെയ്യുവാൻ വേണ്ടി സാധിച്ചത്. ഇത്തരത്തിൽ ബന്ധുക്കളുടെ അടക്കം സാന്നിധ്യത്തിൽ ഈ മൃതദേഹങ്ങളടക്കം വിവിധ സമുദായങ്ങളുടെ താല്പര്യപ്രകാരം ഇത്തരത്തിൽ സംസ്കാര ചടങ്ങുകളടക്കം നിലവിൽ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഏതായാലും തിരച്ചിലുകൾ ഇനി നാളെയോടുകൂടി പൂർത്തീകരിക്കും. ഇന്ന് ഉച്ചയോടുകൂടിയാണ്, ഇന്ന് രാവിലെ തൊട്ട് ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനം അപ്പുറത്തേക്ക്, അതായത് ഈ അക്കരയിലേക്ക് പോയിരുന്നു. പക്ഷേ അവിടെയുള്ള തിരച്ചിലുകളിൽ തന്നെ നിരവധി മൃതദേഹങ്ങൾ കണ്ടെത്തിയെങ്കിലും മൃതദേഹങ്ങൾ ഇത്തരത്തിൽ പുഴയ്ക്ക് ഇക്കരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് സാധ്യമായിരുന്നില്ല. സൈന്യത്തിന്റെ കൂടുതൽ സംഘങ്ങളും ഈ സംഭവ സ്ഥലത്തേക്ക് എത്തും. ഏതായാലും ഏറെ പ്രധാനപ്പെട്ട കാര്യം, വയനാട്ടിൽ ഉൾപ്പെടെ റെഡ് അലേർട്ടാണ് നിലനിൽക്കുന്നത്. അതീവ ദുഷ്കരമായ ഒരു സാഹചര്യമാണ്. വയനാട് ജില്ലയുടെ പല ഭാഗങ്ങളിലും ഇപ്പോൾ നിലവിൽ വെള്ളം കയറിയ ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത്. ഇത്തരത്തിൽ വയനാട്ടിലേക്ക് കടന്നു വരുവാനുള്ള ചുരത്തിലുകളടക്കം ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള വിള്ളലുകൾ അടക്കം രൂപപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. നിലവിൽ കോമ്പാലക്കോട്ട, ലക്കിടി, മണിക്കുന്നുമല, മുട്ടിൽ, കോൽപ്പാറ കോളനി, കാപ്പിക്കളം, സുഗന്ധഗിരി, പൊഴുതന പ്രദേശങ്ങളിൽ ഉള്ളവർ അതീവ ജാഗ്രത പുലർത്തണം എന്ന് ജില്ലാ കളക്ടർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ പ്രദേശങ്ങളെല്ലാം തന്നെ മലയോര മേഖലകളാണ്. ഏത് നിമിഷവും എന്തും സംഭവിക്കാം. ശക്തമായിട്ടുള്ള മഴ തന്നെയാണ് ജില്ലയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മണിക്കുന്നുമല മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ തന്നെയാണ്. മണിക്കുന്നുമലയുടെ ഒരു ഭാഗം മുട്ടിൽ ഗ്രാമപഞ്ചായത്തിലും മറ്റൊരു ഭാഗം ഇത്തരത്തിൽ പുത്തൂർ മലയുടെ ഭാഗം, പുത്തൂർ വയൽ, കോട്ടവയൽ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ ഉൾപ്പെടുന്ന മേപ്പാടി ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗമാണ്. ഏതായാലും മുട്ടിൽ, കോൽപ്പാറ കോളനിയിലും ജാഗ്രതയുണ്ട്. കാപ്പിക്കളം എന്ന് പറയുന്ന ഭാഗം നമ്മുടെ ബാണാസുര ഡാമിനോട് ചേർന്ന ഭാഗമാണ്. അവിടെയും ഇത്തരത്തിൽ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സുഗന്ധഗിരി, പൊഴുതന പ്രദേശങ്ങൾ ഇത്തരത്തിൽ വൈത്തിരി മേഖലയോട് ചേർന്ന് കിടക്കുന്ന മേഖലകളാണ്. അതുകൊണ്ട് തന്നെ അവിടെ തോട്ടം മേഖലകളാണ്. ഇത്തരത്തിൽ മണ്ണിടിച്ചിലിനുള്ള ഒരു സാധ്യത അവിടെയുണ്ട്. കോമ്പാലക്കോട്ട ഒരു കുന്നിൻ പ്രദേശമാണ്. അതുകൊണ്ട് അവിടെയും ഇത്തരത്തിൽ ഉരുൾപൊട്ടലിനടക്കമുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ക്യാമ്പുകളിലേക്ക് മാറാൻ ആവശ്യപ്പെട്ടവർ എത്രയും പെട്ടെന്ന് തന്നെ ക്യാമ്പുകളിലേക്ക് അടക്കം മാറി താമസിക്കണമെന്നും ജില്ലാ കളക്ടർ ഉത്തരവിട്ടിട്ടുണ്ട്. ഏതായാലും അതീവ ജാഗ്രതയിൽ തന്നെയാണ്. ഏതായാലും നമുക്ക് മുന്നിൽ വലിയൊരു അപകടം നടന്നു കഴിഞ്ഞു. ഇനി ഇത്തരത്തിൽ ആളുകൾ ആരും പെടാതെ തന്നെ എത്രയും പെട്ടെന്ന് സാധ്യമായ രീതിയിലുള്ള ഏകോപന പ്രവർത്തനങ്ങളെല്ലാം തന്നെ ചെയ്തുകൊണ്ട് സാധ്യമായ എല്ലാവരെയും ഇത്തരത്തിൽ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിക്കാനുള്ള ഒരു നിർദ്ദേശം തന്നെയാണ് നമുക്കിപ്പോൾ ലഭ്യമായിട്ടുള്ളത്. ഏതായാലും നിരവധി ക്യാമ്പുകൾ നിലവിൽ ജില്ലയിൽ തുറന്നു. 7000-ലധികം ആളുകൾ ജില്ലയിലെ പല ഭാഗങ്ങളിലും പല ക്യാമ്പുകളിലുമായി നിലവിൽ ഇപ്പോൾ
കഴിയുന്നുണ്ട്. പല ജില്ലകളിൽ നിന്നും ഇത്തരത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കുള്ള സാധനങ്ങളടക്കം ശേഖരിച്ചു വരികയാണ്. ആവശ്യ സാധനങ്ങളും വളണ്ടിയർ സേവനങ്ങളും ഉൾപ്പെടെ ഈ പല ഭാഗങ്ങളിലും ആവശ്യമുണ്ട്. ഏതായാലും നിലവിൽ നിരവധി പ്രദേശങ്ങളിൽ പുതിയ ദുരിതാശ്വാസ ക്യാമ്പുകൾ വരുന്നു. ആളുകളെ സുരക്ഷിതമായി യാതൊരു പ്രശ്നങ്ങളും ഇല്ലാത്ത രീതിയിൽ അതീവ ജാഗ്രതയോട് കൂടി തന്നെ ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിക്കുന്നു. പനമരം വള്ളിയൂർക്കാവ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്ക ഭീഷണിയുള്ള ഒരു പ്രദേശങ്ങളാണ്. പക്ഷേ ഇത്തരത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച കുറുമ്പാലക്കുന്ന്, ലക്കിടി, മണിക്കുന്നുമല ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ മലയോര മേഖലകളാണ്. അതുകൊണ്ട് തന്നെ അവിടങ്ങളിൽ ഒരു ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ അടക്കമുള്ള സാധ്യതകളുണ്ട്. ഏതായാലും വയനാട് ജില്ല ഒരു ഭാഗത്ത് താഴ്ന്ന പ്രദേശങ്ങളിലടക്കം വെള്ളം കയറുന്ന ഒരു ഭീഷണിയിലാണെങ്കിൽ മലയോര മേഖല ഒന്നാകെ തന്നെ മണ്ണിടിച്ചിലിന്റെയും ഉരുൾപൊട്ടലിന്റെയും ഒരു ഭീഷണിയിൽ തന്നെയാണ്. നമുക്കറിയാം, വയനാട് ജില്ലയിലേക്ക് 4 പ്രവേശന കവാടങ്ങളാണ് കേരളത്തിൽ നിന്ന് ഉള്ളത്. ഒന്ന് കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടിയിൽ നിന്ന് വരുന്ന പക്രന്തളം ചുരമാണ്. മറ്റൊന്ന് കോഴിക്കോട് ജില്ലയുടെ താമരശ്ശേരി അടിവാരത്ത് നിന്ന് തുടങ്ങുന്ന താമരശ്ശേരി ചുരമാണ്. മറ്റൊന്ന് കണ്ണൂർ ജില്ലയുടെ 2 ഭാഗങ്ങളായിട്ടുള്ള ഒന്ന് നെടുമ്പൂൽ ചുരവും ഒന്ന് പാൽ ചുരവുമാണ്. ഇത്തരത്തിൽ 4 ചുരങ്ങളാണ് നമുക്ക് കേരളത്തിന്റെ അതിർത്തിയിൽ കേരളത്തിൽ നിന്ന് ഇത്തരത്തിൽ വയനാട്ടിലേക്ക് വരുവാൻ വേണ്ടി സാധിച്ചത്. ഇതിൽ 2 ചുരങ്ങൾക്ക് നേരത്തെ വിള്ളലുകൾ അടക്കം രൂപപ്പെട്ടിരുന്നു. ഇത്തരത്തിൽ മറ്റു ചുരങ്ങൾക്കും കൂടി ഇത്തരത്തിൽ മണ്ണിടിച്ചിലുകളോ മറ്റ് പ്രശ്നങ്ങളോ വരികയാണെങ്കിൽ വയനാട് ജില്ല പൂർണ്ണമായും ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുക. നിലവിൽ നമുക്ക് കർണാടകയിലൂടെയും അതുപോലെ തന്നെ തമിഴ്നാട് ജില്ലയിലെ നാടുകാണി ചുരം വഴിയും മാത്രമാണ് നിലവിൽ നമുക്ക് അല്ലാത്ത പക്ഷം ഈ വയനാട്ടിലേക്കുള്ള യാത്രകൾ നമുക്ക് സാധ്യമാകൂ. ഇത്തരത്തിൽ നാടുകാണി ചുരത്തിലൂടെയാണ് നേരത്തെ കണ്ട നമ്മള് ഈ മുണ്ടക്കയിൽ നിന്ന് ഒലിച്ചുപോയ മൃതദേഹങ്ങൾ അടക്കം നേരത്തെ നാടുകാണി ചുരത്തിലൂടെയാണ് നമ്മൾ വയനാട്ടിലേക്ക് കൊണ്ടുവരുന്നത്. നിലമ്പൂരിൽ നിന്ന് നാടുകാണി ചുരം വഴിയാണ് ഈ മൃതദേഹങ്ങൾ വയനാട്ടിലേക്ക്